ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്കെല്ലാവർക്കും മധുരം കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? പക്ഷെ നമ്മൾ പേടിക്കും മധുരം കഴിക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് വണ്ണം വെക്കും എന്നുള്ളൊരു പേടി വരും കേട്ടോ. അപ്പോൾ ഇത് വണ്ണമൊന്നും വെക്കത്തൊന്നുമില്ല, നല്ല ഹെൽത്തി റെസിപ്പിയാണ്. അതിൻ്റെ പകരം ഷുഗറിൻ്റെ പകരം നമ്മൾ ജാഗരി ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിങ്ങയും നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം എടുക്കാൻ. പിന്നെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ നമുക്ക്. അതിന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഞാൻ 1 കപ്പ് ആണെങ്കിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കപ്പിന് ഒരു 3.5 കപ്പ് വെള്ളം നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. എപ്പോഴും നമ്മളിതിന് വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് വെള്ളമേ ഒഴിക്കാവുള്ളൂ, തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് കല്ലിച്ച് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ചൂടുവെള്ളം. ഇതിന് ഒരു സൈഡ് ചൂടാവട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം. എന്നിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒത്തിരി ആവശ്യമൊന്നുമില്ല കേട്ടോ, അത്രയും മതി. ഇനി നമുക്ക് ആണെങ്കിൽ അത് 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു കറുവാപ്പട്ട ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കാണെങ്കിൽ നുറുക്ക് ഗോതമ്പില്ലേ, നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളറായി വരുന്നവരെ നന്നായിട്ടൊന്ന് വെള്ളയായി വരും കേട്ടോ, നന്നായിട്ട് മൂത്ത് കഴിയുമ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല പാകത്തിനായി വരുമ്പം വിചാരിച്ചോണം അതിൻ്റെ അടുത്ത് ഇതായിട്ടുണ്ടെന്ന് കേട്ടോ. എന്താ ഇപ്പോൾ കണ്ട നന്നായിട്ട് കളർ ഇച്ചിരി ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ വെള്ളം ചൂടാക്കി വെച്ചേക്കുന്നില്ല, അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണേ. ഒന്ന് മിക്സാക്കിയതിന് ശേഷം വേണം ബാക്കി വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ദേഹത്തൊക്കെ തെറിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ടാണെങ്കിൽ ഒരു തള വരുന്ന കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ ഇത് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ച് നമുക്കാണെങ്കിൽ ഒരു 5-6 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 5-6 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുക്കറൊക്കെ തണുത്തതിന് ശേഷം വേണം തുറക്കാനായിട്ട്. അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ ഒരു 5-6 വിസിൽ വരുന്നത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് കുക്കറൊക്കെ നന്നായി തണുത്ത് എയറൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് പാകത്തിന് എൻ്റെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അഥവാ തോന്നുന്നുണ്ട് വെന്തിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1-2 വിസിലും കൂടെ അടുപ്പിക്കണേ, അപ്പോഴത്തെ പാകത്തിന് അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ശർക്കരയും പഞ്ചാരയും എടുത്ത് വെച്ചേക്കുന്നില്ല, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാനകത്ത് നിങ്ങൾക്ക് ശർക്കര മാത്രം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ടോട്ടൽ നമുക്കൊരു 3/4 കപ്പ് വരും കേട്ടോ. നമ്മൾ ഏത് കപ്പിനാണ് നുറുക്ക് പോകുമ്പോഴത്തേക്കും ആ കപ്പിന് ഒരു 3/4 കപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വരെ മധുരം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ മധുരം താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പക്ഷേ ഇത്രയും മധുരം മീഡിയം ആയിരിക്കും കേട്ടോ, പാകത്തിനായിരിക്കും. അപ്പോൾ ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ പഞ്ചസാര മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, ശർക്കര മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ രണ്ടും കൂടെ മിക്സാക്കിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ആ ശർക്കരയുടെ ഒരു കുത്ത് ടേസ്റ്റ് വരത്തില്ലേ, അത് മാറിക്കിട്ടാനാണ് നമ്മൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ശർക്കരയൊക്കെ മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കത് പോപ്പി സീഡ്സ് ഇട്ട് കൊടുക്കാം, ഖസ്ഖസ് ഇട്ട് കൊടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ പിന്നെ ഏലക്കയും പിന്നെ എന്താ പറയുന്നത് ജാതിക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ അതിനകത്ത് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു ചെറിയൊരു തടുക്കാ പാൻ എടുക്കാം. അതിനകത്ത് നമുക്കാണെങ്കിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നമ്മൾ വേണമെങ്കിൽ നുറുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, ആ നേരം വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഒന്നും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ മേളിൽ നന്നായിട്ടൊരു ഷൈനിങ് ലുക്ക് കിട്ടത്തില്ല, അതുപോലെ കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇതെങ്ങനെ ചെയ്തേക്കുന്നത്. അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുണക്കും മുന്തിരി കിഷ്മിഷും ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് വീർത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതാണെങ്കിൽ നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ലാപ്സി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ തവിയും കൊണ്ട് കോരി എടുക്കുമ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ വിട്ട് വരുന്ന പാകമില്ല, അതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്ക്. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയും ഇതിനകത്ത് വെള്ളം മോയ്സ്ചറൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കടായി വിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഈ പാകം മതിയേ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫാഡ ലാപ്സി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.